നിങ്ങളുടെ വില കളയുന്ന 7 ശീലങ്ങൾ. ഈ ശീലങ്ങൾ ഉണ്ടെങ്കിൽ ജീവിതം നായ നക്കുന്നതിന് തുല്യമാകും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് നമ്മൾ ചിലരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ചിലരുടെ വാക്കുകൾക്ക് നമ്മൾ ചെവി കൊടുക്കുന്നത്? എന്നാൽ മറ്റു ചിലർ അവർ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ആരും ഒരു വിലയും കൽപ്പിക്കില്ല. അവരെ കാണുമ്പോൾ ആളുകൾ മുഖം തിരിക്കുന്നത്, അവരുടെ അഭിപ്രായങ്ങൾക്ക് ആരും ഒരു പുല്ല് വില കൽപ്പിക്കില്ല. എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം? അവരുടെ പണമോ ജോലിയോ സൗന്ദര്യമോ ആണോ? അല്ല, അവരുടെ വിലയാണ് കാരണം. അവർ സ്വയം കൽപ്പിക്കുന്ന സമൂഹം അവർക്ക് നൽകുന്ന വില. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം സ്വന്തം വില ഇടിച്ചു താഴ്ത്തുന്ന, ജീവിതം നായ നക്കുന്നതിലേക്ക് തള്ളിവിടുന്ന 7 ശീലങ്ങളെ കുറിച്ചാണ്. ഈ ശീലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എത്ര വലിയ കൊമ്പനാണെങ്കിലും ശരി, ആളുകൾ നിങ്ങളെ ചവിട്ടിത്താഴ്ത്തും. നിങ്ങളുടെ ജീവിതം ഒന്നുമല്ലാതെയാവും. ഒന്നാമത്തെ കാര്യം, എല്ലാവർക്കും എപ്പോഴും ലഭ്യമാവുന്നത്. ആര് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും നിങ്ങൾ ഓടിച്ചെല്ലുമോ? ആര് എന്ത് കാര്യം ചോദിച്ചാലും സ്വന്തം കാര്യം മാറ്റിവെച്ച് നിങ്ങൾ ചെയ്തു കൊടുക്കുമോ? എങ്കിൽ കേട്ടോളൂ, നിങ്ങളൊരു നല്ല വ്യക്തിയല്ല, നിങ്ങളൊരു ചവിട്ടുപടി മാത്രമാണ്. ആളുകൾക്ക് അവരുടെ ആവശ്യം വരുമ്പോൾ ചവിട്ടിക്കയറാനും ആവശ്യം കഴിയുമ്പോൾ ഉപേക്ഷിച്ചു പോവാനുമുള്ള ഒരു ചവിട്ടുപടി, ഒരു പൊതു കക്കൂസ് പോലെ ആർക്കും എപ്പോഴും വന്ന് ഉപയോഗിച്ചു പോകാം. ആരും അതിന് പ്രത്യേകിച്ച് ഒരു വിലയും കൽപ്പിക്കില്ല. എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും ഈ ലോകത്ത് വിലയില്ല. സ്വർണം നോക്കൂ, അതിന് വിലയുണ്ടാവാൻ കാരണം അത് ദുർലഭമായതുകൊണ്ടാണ്. നിങ്ങളെ എപ്പോഴും എല്ലാവർക്കും ലഭ്യമാകുമ്പോൾ നിങ്ങളുടെ വില കുറയുന്നു. നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും ബലി കൊടുത്ത് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് പിന്നാലെ ഓടുമ്പോൾ നിങ്ങൾ സ്വയം ചെറുതാവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സമയത്തിന് വിലയുണ്ട് എന്ന് നിങ്ങൾ തന്നെ ആദ്യം മനസ്സിലാക്കുക. നോ, ഇല്ല എന്ന് പറയേണ്ടിടത്ത് അത് മുഖത്ത് നോക്കി പറയാൻ പഠിക്കുക. അത് നിങ്ങളെ അഹങ്കാരിയാക്കുകയല്ല, നിങ്ങളുടെ വില വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. 2, സ്വന്തം പ്രശ്നങ്ങൾ എപ്പോഴും വിളിച്ചു പറയുന്നത്. എനിക്ക് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെ എപ്പോഴും പരാതി പറയുന്ന ഒരാളാണോ നിങ്ങൾ? സഹതാപം കിട്ടാനായി സ്വന്തം ദുരിതങ്ങൾ വിളമ്പുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ സ്വയം ഒരു ഭാരമായി മാറുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് മറ്റുള്ളവർക്ക് നിങ്ങളോട് സ്നേഹം കൂടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, അവർ നിങ്ങളെ ഒരു ദുർബലനായി കാണും. നിങ്ങളുടെ സങ്കടങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വിനോദമായി മാറും. ആദ്യം ആളുകൾ ഇത് കേട്ടിരിക്കുമാവും. എന്നാൽ പതിയെ അവർ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറും. കാരണം എപ്പോഴും പരാതി പറയുന്നവരെ ചുമക്കാൻ ആർക്കും ഇഷ്ടമല്ല. സഹതാപമല്ല നമുക്ക് വേണ്ടത്, ബഹുമാനമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടേത് മാത്രമാണ്. വിശ്വസിക്കാൻ പറ്റുന്ന 1-2 ആളുകളോട് ഉപദേശം ചോദിക്കുന്നത് തെറ്റല്ല. പക്ഷേ കാണുന്നവരോടെല്ലാം അത് പാടി നടക്കുന്നത് ഭിക്ഷയാചിക്കുന്നതിന് തുല്യമാണ്. അത് പരിഹരിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. കരുത്തരായവർ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയല്ല, പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. 3, വാക്ക് പാലിക്കാത്ത സ്വഭാവം. ഞാൻ 2 മണിക്ക് അവിടെ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് 3 മണിക്കും 4 മണിക്കും ചെല്ലുന്നവർ ആണോ നിങ്ങൾ? ഞാൻ ആ കാര്യം ചെയ്തു തരാ എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്ത് അത് മറന്നു കളയുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു വിലയും നൽകില്ല. നിങ്ങൾ പറയുന്നതൊന്നും ആരും വിശ്വസിക്കാതെയാവും. ഓരോ തവണയും വാക്ക് തെറ്റിക്കുമ്പോൾ നിങ്ങളോടുള്ള ബഹുമാനത്തിൽ നിന്നും കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കാര്യങ്ങളിലെ ഈ വിശ്വാസവഞ്ചന വലിയ കാര്യങ്ങളിൽ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാക്കി മാറ്റും. വിശ്വാസമാണ് എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം. നിങ്ങൾ നിങ്ങളുടെ വാക്ക് പാലിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കുന്നു. ആ വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം. ഒരു തവണ നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കാൻ പ്രയാസമാണ്. നിങ്ങൾ നിങ്ങളുടെ വാക്കിന് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് വില കൽപ്പിക്കാനാണ്? പറയുന്ന വാക്ക് ഒരു വെടിയുണ്ട പോലെയാണ്, അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ചിന്തിച്ച് സംസാരിക്കുക. കൊടുത്ത വാക്ക് എന്ത് വില കൊടുത്തും പാലിക്കുക. 4, എല്ലാവരെയും പ്രീണിപ്പിക്കാൻ ശ്രമിക്കരുത്. മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് നല്ലത് തോന്നാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെയും സ്വന്തം അഭിപ്രായങ്ങളെയും മാറ്റി നിർത്താറുണ്ടോ? ഒരു ഗ്രൂപ്പിലാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടി നിങ്ങൾ അഭിനയിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു നിലപാടില്ല. നിങ്ങൾ ഒരു ഓന്തിനെ പോലെയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ മാറുന്നു. നിങ്ങൾക്ക് ഒരു നട്ടെല്ലില്ല. ആര് എന്ത് പറഞ്ഞാലും തലയാട്ടുന്നു.
ഇങ്ങനെയുള്ളവരെ ആരും ബഹുമാനിക്കില്ല. കാരണം അവർക്ക് സ്വന്തമായി ഒരു വ്യക്തിത്വമില്ല. അവരെ ആർക്കും എളുപ്പത്തിൽ സ്വാധീനിക്കാം. സ്വന്തമായി അഭിപ്രായങ്ങളില്ലാത്ത ആളുകളെ നയിക്കാനല്ല ഭരിക്കാനാണ് ആളുകൾക്ക് താല്പര്യം. നിങ്ങളുടെ ശരികൾ എന്താണോ അത് ഉറക്കെ പറയാൻ ധൈര്യം കാണിക്കുക. എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടണം എന്നില്ല. ലോകത്തിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഒരു കോമാളിക്ക് മാത്രമേ സാധിക്കൂ. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ബഹുമാനം വേണമെങ്കിൽ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കുക. നമ്പർ 5, ആവശ്യമില്ലാതെ സംസാരിക്കുന്നതും പരദൂഷണം പറയുന്നതും. കാലിയായ പാത്രങ്ങളാണ് ഏറ്റവും ശബ്ദമുണ്ടാക്കുന്നത്. അതുപോലെയാണ് അറിവില്ലാത്ത മനുഷ്യനും. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന, മറ്റുള്ളവരുടെ അഭാവത്തിൽ അവരെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നവരുടെ വില വട്ടപൂജ്യമാണ്. നിങ്ങൾ പരദൂഷണം പറയുമ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ സ്വഭാവമല്ല, നിങ്ങളുടെ സ്വന്തം നിലവാരമില്ലായ്മയാണ് തുറന്നു കാണിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ വെച്ച് മറ്റൊരാളെ മോശം പറയുന്നവർ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെ കുറിച്ചും മോശം പറയുന്നതാണ്. ഇത് കേൾക്കുന്നവർക്ക് നന്നായി അറിയാം. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിങ്ങളുടെ തലച്ചോറിലുള്ള ചിന്തകളുടെ പ്രതിഫലനമാണ്. നിങ്ങളുടെ സംസാരം നിലവാരമില്ലാത്തതാണ് എങ്കിൽ നിങ്ങളും നിലവാരമില്ലാത്തവനാണ് എന്ന് ആളുകൾ വിധി എഴുതും. അതുകൊണ്ട് നിങ്ങളുടെ സംസാരം കുറക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുക. സംസാരിക്കുമ്പോൾ അതിന് വ്യക്തതയും ആയവും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മൗനം നിങ്ങളുടെ ശക്തിയായി മാറണം. നമ്പർ 6, സ്വന്തം രൂപത്തെയും വൃത്തിയെയും അവഗണിക്കുന്നത്. ആളെ കണ്ടാൽ അറിയില്ലേ ആളുടെ സ്വഭാവം എന്ന് കേട്ടിട്ടില്ലേ? അതൊരു പരിധി വരെ ശരിയാണ്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മുടി ചീകാതെ വൃത്തിയില്ലാതെ നടക്കുന്ന ഒരാളെ ആരും ബഹുമാനത്തോടെ കാണില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെ എന്നത് വളരെ പ്രധാനമാണ്. അത് നിങ്ങളുടെ അലസതയുടെയും ആത്മവിശ്വാസക്കുറവിന്റെയും ലക്ഷണമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിലമതിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് അത്. നിങ്ങൾ ലക്ഷങ്ങൾ വിലയുള്ള വസ്ത്രം ധരിക്കണം എന്നല്ല ഇതിന്റെ അർത്ഥം. ഉള്ള വസ്ത്രം വൃത്തിയായി ധരിക്കുക. നിങ്ങളുടെ ശരീരവും പരിസരവും ശുദ്ധിയായി സൂക്ഷിക്കുക. സ്വയം ശ്രദ്ധിക്കുന്നത് ഒരു തരം അച്ചടക്കമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരും നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ രൂപം നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ കവചമാണ്. നമ്പർ 7, മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി യാചിക്കുന്നത്. ഞാൻ ഈ ഷർട്ട് ഇട്ടാൽ നന്നാകുമോ? ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാകുമോ? നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും മറ്റുള്ളവരുടെ അഭിപ്രായവും അംഗീകാരവും തേടുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. നിങ്ങൾ ഒരു പാവയെ പോലെയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും കയ്യടികൾക്കും അനുസരിച്ച് ചലിക്കുന്ന ഒരു പാവയെ പോലെ. അതായത് മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് ചലിക്കുന്ന ഒരു പാവ. നിങ്ങളുടെ ശരികളും തെറ്റുകളും നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ തീരുമാനം നിങ്ങളുടേതാവണം. തെറ്റ് പറ്റിയാൽ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകണം. സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തവരാണ് എപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്, മറ്റുള്ളവരുടെ കയ്യടികൾക്ക് വേണ്ടി ജീവിക്കുന്നത്. സ്വന്തം ആത്മാഭിമാനത്തിന് വേണ്ടി ജീവിക്കുക. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങുന്ന നിമിഷം ലോകം നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും. ഈ 7 ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റുക. നിങ്ങളുടെ വില നിങ്ങൾ തീരുമാനിക്കുന്ന ഒന്നാണ്. അത് മറ്റൊരാൾക്ക് മുൻപിൽ അടിയറവ് വെക്കാനുള്ളതല്ല. തെരുവുനായ പോലും അതിനെ ഭയപ്പെടുത്തുന്നവരുടെ മുൻപിൽ വാലാട്ടി നിൽക്കില്ല. മറിച്ച് അതിനെ സ്നേഹത്തോടെ തലോടുന്നവന്റെ കൂടെയേ നിൽക്കൂ. എന്നാൽ നിങ്ങൾ ഈ ശീലങ്ങൾ തുടർന്നാൽ സമൂഹം നിങ്ങളോട് ഒരു തെരുവുനായോട് കാണിക്കുന്ന പരിഗണന പോലും കാണിക്കില്ല. നിങ്ങളുടെ വില വീണ്ടെടുക്കുക. ബഹുമാനം പിടിച്ചു വാങ്ങേണ്ട ഒന്നാണ്, അത് യാചിച്ചു വാങ്ങേണ്ട ഒന്നല്ല. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.